നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സോളാർ എനർജി. അതിൽ നമ്മൾ സോളാർ എനർജീനെ പറ്റിയിട്ട് ഒരുപാട് നോക്കി. പിന്നെ അതിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസാണ് ഡിസ്കസ് ചെയ്തത്. അതിലേറ്റവും അവസാനത്തെ ആപ്ലിക്കേഷനാണ് സോളാർ സെൽസ്. ഇപ്പോൾ ഒരു ലീഫ് എടുക്കുകയാണ്, ഒരു ഇല എടുക്കുകയാണ്. ആ ഇലയിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫുഡ് ജനറേറ്റ് ചെയ്യുന്ന ഇലയിലാണെന്നറിയാം. അത് ഏതൊരു പ്രോസസ്സ് വഴിയാണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് വഴിയാണ്. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് അവിടെ എന്താകുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? സൺലൈറ്റിനെ, ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു സോളാർ സെല്ലും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി, ആ ഒരു എഫക്റ്റ് വഴി എന്ത് ചെയ്യാണ്? ലൈറ്റ് എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം സോളാർ സെൽ, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ, is an electrical device that converts the energy of light directly into electricity by the photovoltaic effect. So ഈ ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയണം. സോ ഇതങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങളൊരു സെക്ഷനായിട്ട് പാരഗ്രാഫായിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, കാര്യമായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ വഴി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്താണ് ഒരു ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്നുള്ളത് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോവോൾട്ടായിക് എഫക്റ്റിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിഗർ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, ഇത്തരത്തിൽ. ഇവിടെ എന്തായിരിക്കും? എൻ ടൈപ്പ് സിലിക്കണും ഉണ്ടായിരിക്കും, അതിന് തൊട്ട് താഴെയായിട്ട് ഒരു പി ടൈപ്പ് സിലിക്കണും ഉണ്ടായിരിക്കും. നമ്മുടെ സിലിക്കൺ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, പ്രോട്ടോൺസും ഉണ്ടായിരിക്കും. എല്ലാ മെറ്റീരിയൽസിലും എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, പ്രോട്ടോൺസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിലിക്കണിലും എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോൺസും ഉണ്ട്. ഇതിൽ നമ്മൾ വേറെ പലതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സിലിക്കൺ മെറ്റീരിയലിന് വേറെ കുറച്ച് എലമെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ അളവ് കൂടും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സിലിക്കൺ എലമെൻറ്റിനെയാണ് നമ്മൾ എൻ ടൈപ്പ് സിലിക്കൺ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതൽ. അതേപോലെ തന്നെ ഒരു സിലിക്കൺ മെറ്റീരിയൽസിൽ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, വേറെ ഏതെങ്കിലും എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഹോൾസ് ആണ് കൂടുന്നത്, അതായത് അതിൻ്റെ പോസിറ്റീവ് ചാർജസ് ആണ് കൂടുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ, അതായത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലിലാണോ ഹോൾസ് കൂടുതലുള്ളത് അത്തരത്തിലുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ പി ടൈപ്പ് സിലിക്കൺ എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോൺസ് കൂടുതലുള്ള എൻ ടൈപ്പ് സിലിക്കൺ മേലെയും ഹോൾസ് കൂടുതലുള്ള പി ടൈപ്പ് സിലിക്കൺ താഴെയും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അത് റിഫ്ലക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? കൂടുതലായിട്ട് അബ്സോർപ്ഷൻ അവിടെ നടക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് സോളാർ സെൽ. സോ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫിഗർ നിങ്ങൾ നിങ്ങളുടെ എക്സാംസിന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. സോ ഇവിടെ സൺലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇൻസിഡൻറ്റ് ലൈറ്റാണ് ഇതെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മെറ്റൽ സർഫസ്. ഈ ഒരു എൻ ടൈപ്പ് സിലിക്കൻ്റെ സർഫസാണിത്. ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതൽ, അല്ലേ? സോ ഈ സൺലൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ലൈറ്റ് എനർജി ഉണ്ടായിരിക്കും. ഏത് എനർജി ഉണ്ടായിരിക്കും? എനർജി ഈ ഒരു മെറ്റീരിയൽ വന്ന് ഇൻസിഡൻറ്റ് ആകുമ്പോൾ തന്നെ എന്ത് അബ്സോർബ് ചെയ്യും? ഈ ഇലക്ട്രോൺസ് തന്നെ അബ്സോർബ് ചെയ്യും. ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുമ്പോൾ അതിന് ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താവും? അതിന് ആ ഒരു മെറ്റൽ സർഫസിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മൂവ്മെൻറ്റ് നടക്കും. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു എൻ ടൈപ്പ് സിലിക്കണിൽ നടക്കുന്നത്. ഈ ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നമ്മളൊരു പോസിറ്റീവ് ഇലക്ട്രോഡ് വയ്ക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക? ആ പോസിറ്റീവിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. സോ നമ്മളവിടെ ഒരു നിക്കൽ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് എന്ത്? പോസിറ്റീവ് സൈഡ്, ഇതാണ് നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഈ പോസിറ്റീവ് സൈഡിലോട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഈ നെഗറ്റീവ് സൈഡിലോട്ട് ഇവിടുന്ന് ഈ പി ടൈപ്പ് സിലിക്കണിനൊക്കെ ഹോൾസും മൂവ് ചെയ്യും. അത്തരത്തിൽ ഇലക്ട്രോൺസിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ദി ഫ്ലോ ഓഫ് ചാർജസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്.
സോ ഇവിടെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? കറണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the generation of the charge carriers due to the absorption of photons in the materials that form a junction. ഫോട്ടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ തന്നെയാണ് പറയുന്നത്. ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചൊരു എനർജി അല്ല, അതെന്താണ്, ചെറിയ ചെറിയ പാക്കറ്റ് ഓഫ് എനർജിയാണ്. ആ ചെറിയ ചെറിയ പാക്കറ്റ് ഓഫ് എനർജിയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. സോ ഒരു ഫോട്ടോൺസ് ഒക്കെ, അതായത് ലൈറ്റ് എനർജി ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഈ ഒരു സോളാർ പാനലിൽ വന്ന് തട്ടുമ്പോൾ അവിടെ ഈ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യും, ചാർജ് കാരിയേഴ്സ് അബ്സോർബ് ചെയ്യും. അങ്ങനെ അവിടെ ഇലക്ട്രോൺസിൻ്റെ ആ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസിൻ്റെ ജനറേഷനും ഉണ്ടാവും, പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസിൻ്റെ ജനറേഷനും ഉണ്ടായിരിക്കും. ദി സെപ്പറേഷൻ ഓഫ് ദി ഫോട്ടോ ജനറേറ്റഡ് ചാർജ് കാരിയേഴ്സ് ഇൻ ദി ജംഗ്ഷൻ ആണ് സെക്കൻഡ് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു എൻ ടൈപ്പ് സിലിക്കണിൻ്റെ ആ പോർഷനിൽ എന്ത് വന്നു, ഇലക്ട്രോൺസ് വന്നു. പി ടൈപ്പ് സിലിക്കണിൻ്റെ പോർഷനിൽ എന്ത് വന്നു, ഹോൾസ് വന്നു. ദി കളക്ഷൻ ഓഫ് ദി ഫോട്ടോ ജനറേറ്റഡ് ചാർജ് കാരിയേഴ്സ് അറ്റ് ദി ടെർമിനൽസ് ഓഫ് ദി ജംഗ്ഷൻ. പിന്നെ അവിടെ എന്ത് നടക്കുന്നത്, അവിടെ ഫോം ആയിട്ടുള്ള ആ ഒരു ചാർജ് കാരിയേഴ്സ്. ഇവിടെ എൻ ടൈപ്പ് സിലിക്കണിൽ ഇലക്ട്രോൺസ് ആണ് കൂടുതലെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ എന്തുകൊണ്ടായിരിക്കും, പോസിറ്റീവ് ചാർജസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജസ് എന്താ ചെയ്യുക, ഈ ഒരു പി ടൈപ്പ് സിലിക്കണിൻ്റെ ഭാഗത്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹോൾസ് ഈ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എൻ ടൈപ്പിലേട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. സോ ഇതിൻ്റെ ഇടയിലായിട്ട് അവിടെ എന്ത് ചെയ്യും, ഇവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഭാഗത്തായിട്ട് ഹോൾസും ഈ ഭാഗത്തായിട്ട് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. സോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജസ് അടുത്തടുത്തായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് പാസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്താവും, ഒരു ജംഗ്ഷൻ പോലെ ക്രിയേറ്റ് ആവുകയും ആ ഒരു ജംഗ്ഷനിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ പോലെ അവിടെ ക്രിയേറ്റ് ആവുകയും ബാക്കിയുള്ള ചാർജ് കാരിയേഴ്സ് ഈ ഒരു ടെർമിനലിൽ വന്ന് കളക്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അതായത് അവിടെ എന്ത് നടക്കുന്നുണ്ട്, ചാർജസിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. അങ്ങനെ ചാർജസിൻ്റെ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ആവുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നു. ഇത്തരത്തിലാണ് ഒരു സെല്ലിൽ ഒരു ലൈറ്റ് എനർജി വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നത്. So, the heart of a photovoltaic system is solid state device called solar cell. ഒരു ഫോട്ടോവോൾട്ടായിക് സിസ്റ്റത്തിൻ്റെ തന്നെ ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു സോളാർ സെല്ലാണ്. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ ഒരു സോളാർ പാനലും ഫോട്ടോവോൾട്ടായിക് സെല്ലും, അതായത് സോളാർ സെല്ലും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് എന്ന് നോക്കി കഴിഞ്ഞാൽ, ബിക്കോസ് photovoltaic cells only generate a limited amount of energy. ഈ സോളർ സെൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയൊരു ഡിവൈസാണ്. സോ അതിനെന്തായിരിക്കും, ചെറിയൊരു ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, കുറച്ച് എനർജി മാത്രമേ കിട്ടുള്ളൂ. ന്യൂമറസ് സെൽസ് ആർ കണക്റ്റഡ് ടു ക്രിയേറ്റ് എ സോളാർ പാനൽ. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ ആണ് എന്ത്, ഈ സോളർ സെല്ലൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു സോളാർ പാനൽ പോലെ ക്രിയേറ്റ് ആവും. Working together, multiple solar cells generate higher currents and therefore more energy. അപ്പോൾ ഒരുപാട് സോളാർ സെൽസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവും കൂടും, ഒപ്പം തന്നെ അവിടെ കിട്ടുന്ന എനർജിയും കൂടും. അതായത് ഇതാണ് സോളാർ സെല്ല് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്, സീരീസ് ആയിട്ടോ പാരലലായിട്ടോ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മളൊരു സോളാർ പാനൽ എന്ന് പറയുക. ഈ സോളാർ പാനൽ തന്നെ കുറേ എണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫോട്ടോവോൾട്ടായിക് സിസ്റ്റം എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽസ് ക്യാൻ ബി പാക്കേജ്ഡ് ഇൻ ടു മൊഡ്യൂൾസ്, പാനൽസ് ആൻഡ് അറേസ് ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഔട്ട്പുട്ട് വോൾട്ടേജസ് ആൻഡ് കറൻസ് ടു പ്രൊവൈഡ് എ സ്പെസിഫിക് പവർ ഔട്ട്പുട്ട്. സോളാർ സെല്ലാണിത്. അത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തായി, മൊഡ്യൂളായി. ആ ഒരു മൊഡ്യൂളിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പാനലായി. ആ പാനലിനെ വീണ്ടും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, അരയായി. സോ ഈ ഒരു ചെറിയ സോളാർ സെൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അരേൻ്റെ തന്നെ ഫുള്ളൊരു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ സോളാർ സെൽസൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അര ഫുള്ളായിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ്
വേ ഓഫ് പ്രസൻറ്റിംഗ് ആണ് എന്ത് അറേ വരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് പറയാം ഈ സോളാർ സെല്ലിൻ്റെ ആപ്ലിക്കേഷൻ ചെറുതായിട്ട് മാത്രമല്ല വലുതായിട്ടും ഉണ്ട്. ഒരു ചെറിയൊരു ഡിവൈസ് ആണെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ വളരെ വലുതാണ്. അതിന് നമുക്ക് വലിയ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത് സ്പേസ് ക്രാഫ്റ്റിലൊക്കെയാണ്. നമുക്കറിയാം സാറ്റലൈറ്റ്സിൽ നമുക്ക് ഒരുപാട് എനർജി വേണം. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ഒരു എർത്ത് തന്നെ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി അങ്ങോട്ട് പാസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റ് 1950 ആ ടൈമിലൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനൊരു സോളാർ സെൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ സാറ്റലൈറ്റ്സിൻ്റെ സ്പേസ് ക്രാഫ്റ്റിലൊക്കെ ഒരു പാനൽ പോലെ ഒരു അറേ പോലെ കൺസ്ട്രക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു അറേ വെച്ചിട്ട് സോളാർ എനർജി കൂടുതലായിട്ട് കിട്ടും. നമുക്ക് സ്പേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പേസിൽ എന്തായിരിക്കും, സണ്ണിൽ നിന്ന് അധികം ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അവിടെ കൂടുതലായിരിക്കും. ആ ഒരു എനർജിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്പേസ് ക്രാഫ്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ പാനൽസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് എത്രത്തോളം എനർജി വേസ്റ്റ് ആവുന്നോ അത്രത്തോളം എനർജി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സോളാർ സെല്ലിൻ്റെ ഇൻവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ സേവിങ്സിന് ഒരു വലിയ പങ്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈ യൂസ് സോളാർ സെൽസ്? അതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ലോ മെയിൻ്റനൻസ്, ലോങ് ലാസ്റ്റിംഗ് സോഴ്സസ് ഓഫ് എനർജി. അവിടെ നമുക്ക് എന്താണ്, സോളാർ എനർജിയാണ് ആവശ്യമുള്ളത്. അത് ഫ്രീ ആയിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് കിട്ടുന്നൊരു എനർജിയാണ്. സോ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. പ്രൊവൈഡ്സ് കോസ്റ്റ് എഫക്റ്റീവ് പവർ സപ്ലൈസ് ഫോർ പീപ്പിൾ റിമോട്ട് ഫ്രം ദി മെയിൻ ഇലക്ട്രിസിറ്റി ഗ്രിഡ്. നമുക്ക് ഒരുപാട് റൂറൽ ഏരിയാസ് ഉണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ആ ഒരു പവർ സപ്ലൈ അവർക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ സോളാർ സെൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു റൂറൽ ഏരിയ ആണെങ്കിൽ തന്നെ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോൺ പൊല്യൂട്ടിങ് ആൻഡ് സൈലൻറ്റ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. അവിടെ എന്താണ്, പൊല്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഒരു തരത്തിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള എഫക്റ്റും നമ്മുടെ എർത്തിന് ഉണ്ടാവുന്നില്ല. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ സൈലൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കൺവീനിയൻറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ സോഴ്സ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് പവർ. Renewable and sustainable power as a means to reduce global warming. ഒരു റിന്യൂവബിൾ സസ്റ്റൈനബിൾ പവർ സോഴ്സ് ആണ്. In 2002, the global market for photovoltaic panels and equipment was valued at $3.5 billion. സോ അത്രയ്ക്കും നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവന്ന് തന്നെ എന്താണ്, ഈ സോളാർ സെൽസിൻ്റെ യൂസാണ്. സോ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമ്മൾ ഈ ഒരു പാനൽ കണ്ടിട്ടുണ്ടായിരിക്കും, സോളാർ കളക്ടർ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സോളാർ പാനലും. ഈ രണ്ടെണ്ണം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കാണുമ്പോൾ ഇത് രണ്ടും സെയിം ആണ്. രണ്ടും സണ്ണിലേക്ക് എക്സ്പോഷർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. കാരണം സോളാർ എനർജിയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള എനർജീസാണ് വരുന്നത്. ഒന്ന് ഹീറ്റ് എനർജി, രണ്ടാമത്തെ എന്താണ്, ലൈറ്റ് എനർജി. ഈ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു പാനൽ. ഈ ഒരു പാനലിൽ ഒരു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഒരു കളക്ടർ പോർഷനാണിത്. ഇതെന്താ ചെയ്യുന്നത്, ഈ സോളാർ റേഡിയേഷൻസിലുള്ള ഹീറ്റ് എനർജിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുവഴി ഹീറ്റിനെയാണ് ട്രാപ്പ് ചെയ്യുന്നത്, അതിനെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സോളാർ സെല്ലിൽ, അതായത് സോളാർ പാനലിൽ സോളാർ എനർജിയുടെ ലൈറ്റ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. സോ സോളാർ ഹീറ്റ് കളക്ടറിൽ സൺലൈറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഹീറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും. പക്ഷേ ഫോട്ടോവോൾട്ടായിക് സെൽസിൽ സൺലൈറ്റിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്കത് ഇലക്ട്രിക്കൽ അപ്ലയൻസസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. സോ സോളാർ പാനലിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ടെലികമ്മ്യൂണിക്കേഷൻ ടവറായിട്ട് യൂസ് ചെയ്യാം, റിമോട്ട് വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് യൂസസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ അത് ബ്രീഫായിട്ട് തന്നെ പോയിൻ്റ് വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു മിനിമം ഒരു 5 ആപ്ലിക്കേഷനെങ്കിലും, 5 അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എങ്കിലും നോക്കി വയ്ക്കണം.
അതുപോലെ തന്നെ വാട്ടർ പമ്പ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസെക്റ്റ് ട്രാപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസാണ് ഈ പറയുന്നത്. വാട്ടർ പമ്പിങ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോട്ടോ വോൾട്ടായിക് പവേർഡ് പമ്പിങ് സിസ്റ്റംസ് യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 years വരെ ഈ ഒരു ഫോട്ടോ വോൾട്ടായിക് പവേർഡ് പമ്പിങ് സിസ്റ്റത്തിന് ലൈഫ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിമ്പിളാണ്, റിലയബിളാണ്. കൊമേഴ്ഷ്യൽ ലൈറ്റിനിങ് വേണ്ടിയിട്ട് സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് സോളർ എനർജി യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു ലൈറ്റിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും, സോളർ പാനൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ ഈ സോളർ പാനലിൽ നിന്ന് ഈ ഒരു പാനൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നൈറ്റ് ടൈം ആകുമ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ച ഇലക്ട്രിസിറ്റി എന്തിനു വേണ്ടിയിട്ട്, ലൈറ്റിനിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ലൈറ്റിനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്യൂരിറ്റി, ബിൽ ബോർഡ് സൈൻ, ഏരിയ ആൻഡ് ഔട്ട്ഡോർ ലൈറ്റിനിങ് വേണ്ടിയിട്ട്, അത്തരത്തിൽ ഒരുപാട് ലൈറ്റിനിങ് പേർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെ ലോ കോസ്റ്റ് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ വോൾട്ടായിക് പവേർഡ് ലൈറ്റിനിങ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ വൺ ഇസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഇവിടെ നമ്മൾ സോളർ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ്. ആ ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് ഏത് തരത്തിൽ യൂസ് ചെയ്യാം, വാച്ചസിന് വേണ്ടി യൂസ് ചെയ്യാം, കാൽക്കുലേറ്റർ, ക്യാമറാസ്, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് അപ്ലയൻസസിന് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെസിഡൻഷ്യൽ പവറിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺവേർട്സ് സോളർ എനർജി ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വിതൗട്ട് ഗോയിങ് ത്രൂ തെർമൽ മെക്കാനിക്കൽ ലിങ്ക്. അതായത് അവിടെ എന്തില്ല, നോ മൂവിങ് പാർട്സ്. ഈ ഒരു സോളർ സെല്ല് അല്ലെങ്കിൽ സോളർ പാനൽ നമ്മളിങ്ങനെ സണ്ണിന് എക്സ്പോഷർ ആവുന്ന രീതിയിൽ ഒരു വീടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീടിൻ്റെ ഒരു സൗത്ത് സൈഡിൽ ഈ ഒരു സോളർ പാനൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിൽ മൂവ് ചെയ്യിപ്പിക്കുന്നില്ല. സോ മാക്സിമം സോളർ എനർജി കളക്ട് ചെയ്യുക, അത്രമാത്രം. മൂവ് ചെയ്യിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രശ്നം വരും, തേയ്മാനം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓരോ തവണയും നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് നശിക്കുന്തോറും നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്യണം. സോ റീപ്ലേസിങ് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു സോളർ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തില്ല, മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിരിക്കും. Solar photovoltaic systems are reliable, modular, durable, and generally maintenance-free. These systems are quite compatible with almost all environments. Expected lifespan of 20 years or more. ഇവിടെ എന്താണ്, ഒരു നല്ലൊരു വലിയൊരു ലൈഫ് തന്നെ ഈ ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ലിനുണ്ട്. സോ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ലൈഫ് സ്പാൻ ഉള്ള കാരണം കൊണ്ട് തന്നെ ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് അറ്റ് ദി പ്ലേസ് ഓഫ് യൂസ് ആൻഡ് ഹെൻസ് നോ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇസ് റിക്വയർഡ്. നമുക്ക് ഈ ഒരു റൂഫ് ടോപ്പിൽ, നമ്മുടെ ബിൽഡിങ്സിൻ്റെയൊക്കെ റൂഫ് ടോപ്പിൽ നമ്മളിത് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു നെറ്റ്വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ബാറ്ററിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡിവൈസിലേക്കും ഇതിനൊരു കണക്ഷൻ വരും. ഇതിന് അധികം ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് ഈ കുറച്ച് ആയിട്ട് ഇതിന് സോളർ സെൽസിൻ്റെ ആപ്ലിക്കേഷൻ അത്ര നല്ലതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറ്റ് പ്രസൻറ്റ് ദി കോസ്റ്റ് ഓഫ് സോളർ സെൽസ് ആർ ഹൈ, മേക്കിംഗ് ദം എക്കണോമിക്കലി uncompetitive with other conventional power sources. സോ ഇത് കുറച്ചൊരു റേറ്റ് അധികമുള്ള ഒരു സിസ്റ്റമാണ്. The efficiency of the solar cells are low. Large number of solar cell modules are required to generate power. ഒരു സോളർ സെൽ കൊണ്ട് മാത്രം നമുക്ക് എന്താവില്ല, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പവർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ സോളർ സെല്ലൊന്നും പോരാ, എന്ത് വേണം, സോളർ പാനൽ തന്നെ വേണ്ടിവരും. As solar energy is intermittent, some kind of electrical energy storage is required, which make the whole system more expensive. ഈ ഒരു സോളർ പാനലിന് എക്സ്പെൻസ് കൂടാനായിട്ടുള്ള ചാൻസ് തന്നെ എന്താണ്, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം, അതായത് ബാറ്ററി പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിന് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ് റേറ്റ് കുറച്ച് അധികമായിട്ട് വരുന്നതും.